കഴിഞ്ഞ ഫെബ്രുവരി 28 ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതിയും 2 മക്കളും ആത്മഹത്യ ചെയ്തത്, അതും ട്രെയിനിന് മുമ്പിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്തായിരുന്നു അതിന് പുറകിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതൊന്നും. നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഷൈനിയുടെയും മറ്റ് 2 കുട്ടികളുടെയും മരണം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോയത്? അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നമായിരുന്നോ, അതോ വീട്ടിലുണ്ടായിരുന്ന പീഡനങ്ങളായിരുന്നോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്, ഈ ഒരു വിഷയത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അതിരമ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വടകര എന്ന വീട്ടിൽ ഷൈനി എന്ന ഒരു പെൺകുട്ടി, 2 കുട്ടികൾ, 10ഉം 11ഉം വയസ്സുള്ള പെൺകുട്ടികൾ റെയിൽവേ ട്രാക്കിൽ തീവണ്ടി അപകടത്തിൽ മരിക്കുകയാണ്. തീവണ്ടി അപകടമല്ല, തീവണ്ടി മുട്ടി മരിക്കാൻ ഇടയുണ്ടായി. അതിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് യാതൊരു പരാതികളും ഇവരെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ഇവർക്ക് പല സ്ഥലങ്ങളിലും ജോലികൾ നിഷേധിക്കുകയും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മരണം സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം തലേ ദിവസം വന്നിട്ട് പോവുകയും ഭർത്താവ് നിഷേധാത്മകമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, റിമാൻഡിൽ കഴിയുകയാണ്. അതുപോലെ നമുക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു കുടുംബപരമായിട്ട് തൊടുപുഴയാണ് ഇതിന് വിവാഹം കഴിച്ച് പോയിട്ടെങ്കിലും അവരുടെ വീട്ടുകാരുമായിട്ട് യാതൊരു സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ കുട്ടികൾ സാധാരണ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെങ്കിലും അന്വേഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. അത് എന്താണ് എന്നറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് വളരെ ജാഗ്രതയോടെ ഇതിൻ്റെ എന്താ പറയുന്നത്, കേസെടുക്കാനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടുകാർ യാതൊരു സപ്പോർട്ടും ഇല്ലാത്തതിൻ്റെ നിരാശകൊണ്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ തൊട്ടടുത്ത അവിടെ അസീസി പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഡെയിലി പോയിക്കൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് നടന്നാൽ അവരുടെ പള്ളിയിൽ ചെല്ലാം. പക്ഷേ ആ പള്ളിയിൽ പോയിട്ട് അച്ഛന്മാരോട് പോലും ഈ കഥകൾ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതാണ് അച്ഛന്മാർ, ഞാനവിടെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അച്ഛന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങനെയുള്ള അവസ്ഥ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ശാന്തമാണ്. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രേരണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം ആരോടെങ്കിലും തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ആരോടെങ്കിലും ഇവരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഒരിക്കലും ഇത് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയാണ്. സാധാരണ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകൾ വരുന്നുണ്ട്, മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ വരുന്നുണ്ട്, മക്കളെ നോക്കാത്ത ഏതെല്ലാം, പിന്നെ മദ്യത്തിനടിമയായവരും കഞ്ചാവിനടിമയുള്ള ആളുകളൊക്കെ ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നുണ്ട്. അവരെല്ലാം സഹായിക്കുന്നുണ്ട്. ഒത്തിരി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഇപ്പോൾ അതിരമ്പുഴയിൽ നിന്ന് തന്നെ പാമ്പാടിയിലൊരു കേന്ദ്രമുണ്ട്, അഭയകേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കത്ത് കൊടുത്തു വിട്ടാൽ മതി, അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം കൂടെ മേടിച്ചാൽ മതി, നമുക്ക് അവരെയൊക്കെ സഹായിക്കാം. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണോ ഇത് സംഭവിച്ചെന്നുള്ളത്, ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇവർ പീഡനം അനുഭവിച്ചെന്നുള്ള ഈ ഷൈനി എന്ന പെൺകുട്ടി പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.